ഓട്ടോഗ്രാഫിൽ ഇത് തന്നെയല്ലേ. ഓട്ടോഗ്രാഫിൽ സ്കൂളിൽ പഠിക്കുമ്പം ഒരു 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 ബന്ധം, അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകുമ്പം വേറൊരു ബന്ധം, അത് കഴിഞ്ഞിട്ട് തൊഴിൽ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കിന് ഇതൊന്നുമല്ലാത്ത ഒരു ബന്ധം, അത് കഴിഞ്ഞ് പിന്നീട് ഒരു സൗഹൃദം, ഇനി ഇതൊന്നുമല്ലാത്ത, ഞാൻ ഓട്ടോഗ്രാഫ് കണ്ടിട്ടില്ലാത്ത ആർക്കെങ്കിലും സ്പോയിലർ ആകുന്നില്ല, ഇതൊന്നുമല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ട് കല്യാണം വിളിക്കാനായിട്ട് ഈ സ്കൂളിൽ പഠിച്ച ആളെ തൊട്ട് കാണാൻ പോകുന്നൊരു യാത്ര. പല ബന്ധങ്ങളല്ലേ. അതെ അതെ. അതിലേതെങ്കിലും നമുക്കൊരെണ്ണം അസ്വാഭാവികമായിട്ട് തോന്നിയോ? ഒരെണ്ണം പോലും നമുക്ക് അസ്വാഭാവികമായിട്ട് തോന്നുന്നില്ല. നമുക്കതിനകത്തെ ഓരോ പ്രണയങ്ങളോടും നമുക്കും പ്രണയമുണ്ട്. ചേരൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രേമിക്കുന്ന ആളോട് നമുക്ക് പ്രണയമുണ്ട്, കോളേജിൽ പഠിക്കുമ്പോൾ പ്രേമിക്കുന്ന ആളോട് നമുക്ക് പ്രേമമുണ്ട്. അപ്പോൾ എല്ലാവരോടും അവസാനം സ്നേഹയോട് വരെ നമുക്ക് പ്രേമം ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ചേരൻ ഇങ്ങനെ വേറൊരാളെ വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പം അത് അങ്ങനെ തന്നെ അവതരിപ്പിച്ചു. പോട്ടെ, ഭയങ്കരമായി ആഘോഷിക്കപ്പെട്ട സിനിമയല്ലേ നമ്മുടെ വാരണമായിരം. വാരണമായിരത്തിൽ എന്താ, സൂര്യക്ക് മേഘ്നയോട് ഉണ്ടാകുന്ന ഒരു വളരെ വലിയ ബന്ധം, ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയം, അതിനുശേഷം വളരെ അപ്രതീക്ഷിതമായിട്ട് മേഘ്ന കൊല്ലപ്പെടുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതോടുകൂടി അവസാനിക്കുക, നമ്മൾ തീരുമ്പോഴാണല്ലോ പിന്നെ അഞ്ചല എന്നുള്ള പാട്ടൊക്കെ വരുന്നു. അതൊക്കെ നമ്മുടെ ഈ റിപ്പീറ്റഡ് പ്ലേ ലിസ്റ്റിലുള്ള പാട്ടാണ്. അതെ അതെ അതെ, എന്റെ റിപ്പീറ്റഡ് പ്ലേ ലിസ്റ്റിലുള്ള പാട്ടാണ്. അപ്പം അത് അവിടെ കഴിഞ്ഞു എന്നാണല്ലോ വിചാരിക്കുന്നത്. അല്ല, പിന്നെ അടുത്ത ആളിലേക്ക് അത് എന്താ പറയാ, ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ നമുക്കിങ്ങനെ ഉണ്ടാകലുണ്ട്. അതിപ്പോ അരികെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനൊന്ന് ആപ്പാക്കി എന്നുള്ളതല്ലാതെ അത് സംഭവിക്കുന്നുണ്ട്. അത് അതിൽ രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ജീവിതത്തിൽ ഒരുപാട് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ വലിയ വൈകാരികമായിട്ടുള്ള ഹൃദയബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് നമ്മളും ചത്തിരിക്കുകയാണ്. അതെ അതെ അതെ. പക്ഷെ മറ്റവളെ പ്രേമിച്ചു തുടങ്ങുമ്പോൾ അതെ അതെ, മറ്റേ കൊച്ചിനെ നമ്മൾ മറന്നു. ഒടുക്കത്തെ ഇപ്പൊ നമ്മൾ അനൽമേലെ പനിത്തുള്ളിയാണ് ഞാനൊക്കെ റിപ്പീറ്റ്, ഞാൻ എത്ര പ്രാവശ്യം കണ്ടു എന്ന്. ഞാനത് എന്റെ റിപ്പീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ബോധപൂർവം പാട്ടുകളിലൂടെ ചില മൂഡ്സ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ബോധപൂർവ്വം ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞാനങ്ങ് തീരുമാനിക്കും ഒരു ലോസ്റ്റ് മൂഡ് ഒന്ന് വേണം എന്ന് തീരുമാനിക്കുമ്പോൾ ഞാനിങ്ങനെ 3-4 പാട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കേൾക്കും. അപ്പൊ ആദ്യം ആഞ്ചല എന്നുള്ള പാട്ട്, വർണ്ണമായിരത്തിലെ പാട്ട് കേൾക്കും. അത് കഴിഞ്ഞിട്ട് ആഷിഖ് 2-ലെ ഹിറ്റ് പാട്ടുകൾ വേറെയാണെങ്കിലും ഭുലാദേന മുച്ച എന്നുള്ള പാട്ടുണ്ട്. അപ്പൊ അതിനുശേഷം നേരെ ആ പാട്ടിടും. അതിനുശേഷം അഴലിന്റെ ആഴങ്ങളിലൊന്നിടും. പിന്നെ എന്നിട്ട് അവസാനം ഈ മരണം എത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ എന്നുള്ള പാട്ട്. രാഹുലിന്റെ പ്രണയിനികൾക്ക് മൊത്തം ഉൾപ്പെടുന്ന പാട്ടുകൾ പറഞ്ഞു. ഇൻസ്റ്റ അഴലിന്റെ ആഴങ്ങൾ പറഞ്ഞു, വാരണമായിരം പറഞ്ഞു, അതേപോലെ തന്നെ ആഷിഖ് 2 പറഞ്ഞു. അപ്പം എല്ലാവർക്കും സാധ്യതയുണ്ട്, ആരും പിന്മാറരുത്. അങ്ങനെയല്ല, അത് നമുക്കൊരു ഫീല് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും. ഇന്ന് ഞാൻ നാട്ടിലുണ്ട്, തിരുവനന്തപുരത്ത് ആശാ വർക്കർമാരുടെ സമരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നതാണ്. ഞാൻ മുൻപ് ഭാഗമായിരുന്നൊരു സ്ഥാപനത്തിന്റെ 60ാം വാർഷികത്തിൽ പോയി. അപ്പൊ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവര് MLA ആയതിനൊരു ആദരവ് തരികയാണ്. അപ്പോൾ അതിനകത്ത് അവരൊരു 2 മിനിറ്റ്, അപ്പൊ ഞാനൊരു പാരലൽ കോളേജ് അധ്യാപകൻ കൂടിയായിരുന്നു ദീർഘകാലം. അപ്പം അവരൊരു 2 മിനിറ്റ് പഴയ ഫോട്ടോസ് എല്ലാം കൂടെ വെച്ചിട്ടൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഭയങ്കരമായി നൊസ്റ്റാൾജിക്കായി കഴിയുമ്പോൾ ഞാനിപ്പം കുറച്ചു മുന്നേ കണ്ട ജോബിയെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയെ ഞാൻ ഭയങ്കര നൊസ്റ്റാൾജിയിലാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അടൂര് തൊട്ട് തിരുവനന്തപുരം വരെ ഈ നൊസ്റ്റാൾജിക് സോങ്ങുകളുടെ ഒരു വേലിയേറ്റമായിരുന്നു. അത് കാറ്റാടിത്തണലിൽ തുടങ്ങി, പിന്നെ മനസ്സിന് മറയില്ലയിൽ തുടങ്ങി എന്ന് വേണ്ട അക്കാലത്ത് നമ്മുടെ കുറെ പാട്ടുകളുണ്ടായിരുന്നു. നമ്മുടെ നൊസ്റ്റാൾജിക് കളക്ഷൻസിലുള്ള മുഴുവൻ പാട്ടുകൾ. അപ്പം എൻ്റെ കൂടെയുള്ള ആളുകൾ എന്ന് പറയുന്നത്, അപ്പം ഞാൻ 90s കിഡും അവരെല്ലാം 2K കിഡ്സുമാണ്. അപ്പൊ ഈ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ രസകരമായിട്ട് 2K കിഡ്സ് എന്നെ ആക്കാറുണ്ട്, 90 കിഡ്സ് എന്ന നിലയിൽ അവരെ ആക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോവുകയാണ്. അപ്പൊ ഈ 2K കിഡ്സിൽ ഇവരിങ്ങനെ പുച്ഛത്തോടു കൂടി ഇതൊക്കെ ഏത് പാട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അന്നത്തെ കാലത്തെ പ്രണയഗാനങ്ങൾ മാത്രമല്ല, അന്നത്തെ കാലത്തെ എല്ലാ പാട്ടുകളോടും നമ്മൾ കേട്ടിപ്പം കാടിറങ്ങി ഓടി വരും ഒരു മൂകനായ കാട്ടുകടു വേട്ടയാടി ആടി ഇതൊഴിവാ എന്നുള്ള പാട്ട് വരെ എന്ന് വേണ്ട ആ കാലഘട്ടത്തിലെ എല്ലാ പാട്ടുകളും ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് അവന്മാരെ വെറുപ്പിച്ച്. അപ്പൊ എന്നോടൊപ്പം റിനോ എന്ന് പറയുന്ന എൻ്റെ ഒരു സഹപ്രവർത്തകനുണ്ട്. അപ്പം ഞങ്ങള് ഏകദേശം ഒരേ പ്രായക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേരും ഇത് കണക്റ്റഡ് ആണ്. ഏറ്റവും ഇതൊക്കെ ഏത് പാട്ടടെ ഇപ്പൊ ഈ കട്ടുറുമ്പിന്റെ കല്ല്. അന്നത്തെ കാലത്ത് നമ്മള്
പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അടിച്ചുപൊളി പാട്ടുകളൊന്നാണല്ലോ, കട്ടുറുമ്പിന് കല്യാണം, പൊട്ടുകുത്തണ പാപ്പാത്തി എന്നൊക്കെയുള്ള പാട്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പാട്ടുകൾ മലയാളത്തിലുണ്ടോ? അന്നത്തെ ഹിറ്റ് എന്ന് വെച്ചാൽ ഇപ്പോഴും ലാസ്റ്റ് ചെയ്യുന്ന പാട്ടുകളാണല്ലോ ഇവരൊക്കെ കേൾക്കുന്നത്. ഈ പിന്നെ 2K കിഡ്സ് അവന്മാർക്ക് പിന്നെ പ്രേമനഷ്ടം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മുടെ 90 കിഡ്സിന്റെ പാട്ടിലേക്ക് ഇവന്മാരാകെ വരുന്നത്. അന്നേരം വന്നിട്ടാണല്ലോ ഒന്ന് എടുത്തിട്ട് പോകുന്നത്. അപ്പൊ ബാക്കി ഈ പാട്ടുകളൊന്നും ഇവർക്ക് എടുക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല. പിന്നെ നമ്മൾ ട്രോൾ മെറ്റീരിയൽ ആയിട്ടാണല്ലോ ഇവർ ഇതൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് അപ്പം അതിനകത്ത് അവന്മാർക്ക് കണക്റ്റഡ് ആയ പാട്ട്, ഇപ്പം മനസ്സിന് മറയില്ല എന്നുള്ള പാട്ട് മാത്രമാണ് അവന്മാർക്ക് എനിക്കൊന്ന് കണക്റ്റഡ് ആയത്. കാരണം അത് മനസ്സിന് മറയില്ല എന്നുള്ള പാട്ട് എല്ലാ കോളേജ് സെന്റ് ഓഫുകളുടെ മാൻഡേറ്ററി സോങ് ആണല്ലോ. അതുകൊണ്ട് മാത്രം അവന്മാർക്ക് അത് കണക്റ്റഡ് ആയി. ബാക്കി ഭയങ്കര നമുക്ക് പക്ഷെ നമ്മള് വേറെ ലോകത്താണ്. പക്ഷെ അഴലിന്റെ ആഴങ്ങളിൽ ഇപ്പോഴും വരുന്ന ഒരു സാധനമാണ്. അഴലിന്റെ ആഴങ്ങൾ കുറച്ചും കൂടെ ഒരു പുതിയ പാട്ടാണ്, താരതമ്യേന കുറച്ചും കൂടെ പുതിയ പാട്ടാണ്. പക്ഷേ ഇൻസ്റ്റയിൽ ഭയങ്കരമായിട്ട് അതിന്റെ വരികൾ എത്ര മനോഹരമാണ്. ഒരു വിരഹത്തെ മാക്സിമം റൊമാൻറ്റിസൈസ് ചെയ്തൊക്കെയാണല്ലോ. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി എന്ന് പറയുന്നതിനപ്പുറം എന്താ നമുക്ക് പറയാനുള്ളത്? അതുപോലെ എനിക്ക് ഈ മരണമായതുകൊണ്ടാണ് ഈ റഫീഖ് അഹമ്മദിന്റെ മരണം എത്തുന്ന നേരത്ത് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു മരണം എന്നൊക്കെ കേൾക്കാനുള്ള ഒരു അസ്വസ്ഥമുണ്ട്. പക്ഷെ അത് എത്ര മനോഹരമായൊരു പ്രണയഗാനമാണ് അല്ലേ? മരണം എത്തുന്ന നേരത്ത് എൻ്റെ അരികിൽ നീ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും അല്ലേ, ഒടുവിൽ അകത്തേക്ക് എടുക്കുന്ന ശ്വാസത്തിന്റെ കണികയിൽ നിന്റെ ഗന്ധം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതും അല്ലേ, മനോഹരമായ പ്രണയഗാനമാണ് മരണമെത്തുന്ന നേരം. രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ആ പാട്ട് ഇനി രാഹുലിന് അയച്ചു കൊടുക്കണം. അപ്പൊ രാഹുൽ എല്ലാവർക്കും മറുപടി തരും. ഇപ്പൊ 3-4 പരിപാടികൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രാഹുൽ ശരിക്കും ഇത്രയും സുമുഖനും സുന്ദരനും സൽസ്വഭാവിയും സർവോപരി ഗ്ലാമറസ് ആയിട്ടുള്ള പൊസിഷനിലുള്ള മനുഷ്യനാണ്. അവിടെ റൂഫിൽ തലയിടിച്ചിട്ട് താഴെ എത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രണയത്തെ കുറിച്ചൊന്നും ഇവിടെ നാട്ടില്, അതായത് റൂമേഴ്സ് അല്ലാതെ റിയൽ ആയിട്ട് ഒരു സാധനം കിട്ടാനില്ല, ഒരു മെറ്റീരിയൽ കിട്ടാനില്ല. ഞാൻ തപ്പി നോക്കിയപ്പോ റിയൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും ഇല്ല. ഇത്രയേറെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഇത്രയേറെ ഇങ്ങനെ നിൽക്കുന്ന ആള്, നമ്മളിപ്പോ തമാശക്ക് പറയുകയാണെങ്കിൽ വിജൃംഭിച്ച് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഈ പ്രണയത്തെ എങ്ങനെ ഇത്രയും മറച്ചു വെക്കാൻ കഴിയുന്നത്? ജീവിതത്തിൽ നല്ല പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പ്രണയമേ ജീവിതത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഈ ക്യാമറ പോലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്യാമറ പോലും പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കടുക്കുകയും ചെയ്യുന്നില്ല. വളരെ ഇന്റൻസ് ആയിട്ടുള്ള പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈഫിന്റെ പാർട്ടാണല്ലോ അതൊക്കെ. അതുപോലെ ഈ ഡൽഹി കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ നമുക്കൊരു വിഷനാണ്. ഒന്നാമത് കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. അവിടെ കുറച്ചുകൂടെ നമ്മൾ വളരും, അതേപോലെ തന്നെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം കിട്ടും. ആ കാലഘട്ടത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. ഡൽഹി പഠനം ഭയങ്കര, അതായത് പിന്നെ നമ്മളിവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ കളിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് തെറ്റല്ലാത്തൊരു അക്കാദമിക് പശ്ചാത്തലവുമായിട്ടാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എഴുതിയിട്ട് പോകുന്നത്. അപ്പോൾ സെയിൻറ്റ് സ്റ്റീഫൻസ് പഠിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ സ്വപ്ന ക്യാമ്പസാണ് സ്റ്റീഫൻസ്.